കാന്തപുരം വിഭാഗത്തിൽ ലീഗുകാരും കോൺഗ്രസുകാരും മാർക്സിസ്റ്റുകാരും PDPക്കാരും എന്നുവേണ്ട SDPIയുടെ ആളുകൾ വരെയുണ്ട്. രാഷ്ട്രീയമായി ലീഗിനെയും കോൺഗ്രസിനെയും PDPയെയും SDPIയെയൊക്കെ പ്രണയിക്കുന്നവരാണവർ. എന്നാൽ മതകാര്യങ്ങളിൽ AP ഉസ്താദിന്റെ സംഘടനയോട് അനുഭാവം വെച്ച് പുലർത്തുന്നവരുമാണ് ഈ വിഭാഗക്കാർ. അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാരും ലീഗുകാരുമാകുന്ന AP വിഭാഗത്തിൽപ്പെട്ട ആളുകൾ UDFന് വോട്ട് ചെയ്യരുത് എന്ന് AP ഉസ്താദിന്റെ ഭാഗത്തു നിന്ന് വിരോധം വന്നില്ലെങ്കിൽ തീർച്ചയായും സ്വന്തം രാഷ്ട്രീയ പാർട്ടിയായ UDFനാണ് വോട്ട് ചെയ്യുക. മാർക്സിസ്റ്റുകാരായിരിക്കുന്ന AP വിഭാഗക്കാർ LDFനാണ് വോട്ട് ചെയ്യുക. LDFന് വോട്ട് കൊടുക്കരുതെന്ന് AP ഉസ്താദ് പറഞ്ഞാലല്ലാതെ അവർ ആ വോട്ട് ചെയ്യാതിരിക്കുകയില്ല. ഇതുപോലെ PDP ആർക്കാണോ പിന്തുണ കൊടുക്കുന്നതെങ്കിൽ SDPIക്കാർ ആർക്കാണോ പിന്തുണ കൊടുക്കുന്നതെങ്കിൽ അതാത് പാർട്ടിക്കാരിൽ വിശ്വസിക്കുന്ന AP വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരവരുടെ രാഷ്ട്രീയ സംഘടനയുടെ നിലപാടനുസരിച്ച് വോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ AP ഉസ്താദിനോ സംഘടനക്കോ ഒരിക്കലും ഒരു പാർട്ടിക്ക് ഒരു മുന്നണിക്ക് ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ പരസ്യമായി പ്രസ്താവിക്കാൻ ഒരു നിർവാഹവും ഇല്ല. അങ്ങനെ പ്രസ്താവിക്കുന്ന പക്ഷം സംഘടനയുടെ അസ്തിത്വം തന്നെയാണ് തകർന്നു പോവുക, അതാണ് ചോദ്യം ചെയ്യപ്പെടുക. അതിനാൽ ഇന്നലെ വരെ AP വിഭാഗം സമസ്തക്കൊരു നിലപാടുണ്ട്: സഹായിച്ചവരെ സഹായിക്കുക, ഉപദ്രവിച്ചവരെ സഹായിക്കാതിരിക്കുക എന്ന നിലപാട്. അത് ഇന്നലെ വരെ അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെയാണ്, ഇനി നാളെയും അങ്ങനെയായിരിക്കും. അതുകൊണ്ട് ആരും തന്നെ AP വിഭാഗം ഒരു പ്രത്യേക പാർട്ടിയോട് തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ ഡീലായിട്ടുണ്ട്, പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, എല്ലാ മണ്ഡലങ്ങളിലും LDFന് അല്ലെങ്കിൽ UDFന് ഇങ്ങനെയൊന്നും ഒരിക്കലും AP വിഭാഗത്തിൽ നിന്ന് വരികയില്ല. കാരണം എല്ലാ വിഭാഗം രാഷ്ട്രീയക്കാരും AP വിഭാഗത്തിൽ ഉണ്ട്. അതിനാൽ ആരെയും പിണക്കാൻ AP ഉസ്താദിനോ സംഘടനക്കോ സാധിക്കുകയില്ല. എന്നാൽ ഈ പറയപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വാസമില്ലാത്ത, പ്രവർത്തിക്കാത്ത ലക്ഷക്കണക്കിന് അനുയായികൾ 90% അത്തരക്കാരാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക അടുപ്പമോ അകൽച്ചയോ ഒന്നും തന്നെ ഇല്ലാത്ത, എല്ലാവരെയും സമദൂരത്തിൽ കാണുന്ന ലക്ഷക്കണക്കിന് അനുയായികൾ AP ഉസ്താദിനുണ്ട്. അവർ ഉസ്താദിന്റെ താല്പര്യമനുസരിച്ച് അല്ലെങ്കിൽ സംഘടനയുടെ താല്പര്യമനുസരിച്ച് അതാത് സമയത്ത് ലഭിച്ചിരിക്കുന്ന മെസ്സേജ് അനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. കേരള രാഷ്ട്രീയത്തിൽ അധികാരത്തിൽ ആര് വരണമെന്ന് നിർണയിക്കുന്ന ഒരു നിർണായക ശക്തിയായി തന്നെ ഈ നിഷ്പക്ഷ വോട്ടുകളെ നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം തിരിച്ചറിയുന്നത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ട്രോളുമെന്നും പരിഹസിക്കുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും ഉസ്താദിന്റെ അരികിൽ ചെന്ന് സമ്മതവും അനുഗ്രഹവും വാങ്ങിപ്പോകുന്നത്. ആരും AP ഉസ്താദിനെയും സംഘടനയെയും ഒരു മുന്നണിയുമായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്.